നമസ്കാരം. മെന്റലിസ്റ്റ് ആദിയുടെ തട്ടിപ്പ് കോടികളാണ്. മോഹൻലാലിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. പറയുന്നത് ഇത്രയേ ഉള്ളൂ, നടൻ മോഹൻലാലുമായിട്ട് അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നും നടനുമായിട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം വരുത്തിയതിനു ശേഷമാണ് വലിയ തട്ടിപ്പുകൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഇൻസോമാനിയ വലിയ പ്രചാരം നേടിയ ഒരു ഷോയൊക്കെ ആയിരുന്നു. ആ ഇൻസോമാനിയയുടെ പേരിലാണ് ഇപ്പോൾ ഒരു വലിയ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പേരിൽ പ്രവാസിയിൽ നിന്ന് ഏകദേശം 35 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. വാഗ്ദാനം ചെയ്തത് ലാഭവിഹിതം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പണമൊക്കെ നൽകിക്കഴിഞ്ഞതിന് ശേഷം പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും. അങ്ങനെ മെന്റലിസ്റ്റ് ആദിയും അതിന്റെ ഡയറക്ടർ ജിസ് ജോയും ഒക്കെ കുടുങ്ങാൻ പോകുന്നു. അതിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻസോമാനിയ എന്ന് പറയപ്പെടുന്ന പരിപാടിയുടെ പേരിലാണ് പണം വാങ്ങി വഞ്ചിച്ചു എന്ന പ്രവാസി മലയാളികളുടെ പരാതിയിൽ മെന്റലിസ്റ്റ് ആദിക്കും സംവിധായകൻ ജിസ് ജോയ്ക്കുമെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 35 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊച്ചി സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിലൊന്ന് മെന്റലിസ്റ്റ് ആദി എന്ന ആദർശാണ് ഈ കേസിലെ 1-ാം പ്രതി. സംവിധായകൻ ജിസ് ജോയ് 4-ാം പ്രതിയാണ്. ഇതിനകത്ത് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നടൻ മോഹൻലാലുമായിട്ട് അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നും ഇൻസോമാനിയ പരിപാടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും വിശ്വസിപ്പിച്ചുകൊണ്ട്, അതായത് മോഹൻലാൽ ഇൻസോമാനിയ പരിപാടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നതാണ് വിശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരെ. കൊച്ചി സ്വദേശിയിൽ നിന്നും പണം തട്ടിയെടുത്തത് അങ്ങനെയാണ്. ലാഭം നൽകാമെന്ന് പറഞ്ഞ് സത്യത്തിൽ ഇവരെ വഞ്ചിക്കുകയായിരുന്നു. 2 ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 35 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം കേസുമായിട്ട് ബന്ധമില്ല എന്ന് സംവിധായകൻ ജിസ് ജോയ് പറയുമ്പോഴും കേസിനെ നിയമപരമായിട്ടൊക്കെ നേരിടാമെന്ന് പറയുമ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചന, ചതി, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. താൻ ഷോയുടെ സംവിധായകൻ മാത്രമാണ് എന്ന് ജിസ് ജോയ് പറഞ്ഞ് പ്രതികരിക്കുമ്പോഴും 50 പൈസ പോലും പരാതിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴും യാതൊരു കരാറും ഇയാളുമായിട്ട് ഉണ്ടാക്കിയില്ല എന്ന് പറയപ്പെടുന്നതിൽ വാസ്തവ വിരുദ്ധമായ പരാതിയാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ പ്രതികരണങ്ങളോട് സത്യത്തിൽ നമ്മുടെ സമൂഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരെയും പറ്റിക്കുവാൻ കഴിയുന്ന, ആരെയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മലയാളി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ സൂചനകളാണ് ഇതെല്ലാം. അതായത് തന്റെ പേര് എന്തിനാണ് വലിച്ചിഴച്ചത് എന്ന് അറിയില്ല എന്ന് പറയപ്പെടുന്ന ജിസ് ജോയ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അവരുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയുകയും ചെയ്യും. 2 ഘട്ടമായിട്ട് പരാതിക്കാരന്റെയും ഭാര്യയുടെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ നൽകിയെന്നും തുകയും ലാഭവും ചോദിച്ചപ്പോൾ പരിഹസിച്ചുവെന്നും കൊടുത്ത പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്നുമാണ് പരാതിയിൽ പറയുന്നത്. ബെന്നി വാഴപ്പള്ളി എന്ന സംരംഭകൻ തട്ടിപ്പിനെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിനോടകം തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന ബെന്നി വാഴപ്പള്ളി 2024 ഒരു പരിപാടിയുടെ ബുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് മെന്റലിസ്റ്റ് ആദിയെ പരിചയപ്പെടുന്നത് എന്നും തന്റെ വാക്ചാരുതയിലും മാത്രമല്ല പ്രമുഖരുമായിട്ടുള്ള ബന്ധം കാണിച്ചുമൊക്കെ ആദി പരാതിക്കാരന്റെ വിശ്വാസം നേടിയെടുത്തു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല നടൻ മോഹൻലാലുമായിട്ട് തനിക്ക് അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്നും സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹമായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ആദി വിശ്വസിപ്പിച്ചത് എന്നാണ് പരാതിക്കാരന്റെ വാദം. അപ്പോൾ ഇതിനായിട്ട് മോഹൻലാലും ഒപ്പമുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ ഇതൊക്കെ തെളിവായിട്ട് കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇൻസോമാനിയ എന്ന പ്രോജക്റ്റിൽ മോഹൻലാലിന് പങ്കുണ്ട് എന്നും ഇത് വലിയ ലാഭം നൽകുന്ന ഒന്നാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായിട്ട് താൽക്കാലിക വായ്പ ആവശ്യപ്പെട്ട ആദ്യം നിക്ഷേപിക്കുന്ന തുക ഉടനെ തിരികെ നൽകുമെന്നും ലാഭത്തിന്റെ 1/3 വിഹിതം നൽകുമെന്നും ഒക്കെയാണ് ബെന്നി വാഴപ്പള്ളിയുടെ ബ്രാൻഡ് നെയിം പ്രൊഡ്യൂസറായി ഉപയോഗിക്കുവാനും അതുവഴി വലിയ പ്രശസ്തി നേടിത്തരാമെന്നും ഒക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് വലിയ വിശ്വാസവഞ്ചനയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് വിശ്വസിച്ച പരാതിക്കാരൻ 2025 ജൂലൈയിൽ 2 ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 35 ലക്ഷം രൂപ ആദിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പരിപാടികൾ പൂർത്തിയായിട്ടും പണം തിരികെ നൽകാൻ ആദി തയ്യാറായില്ല എന്നും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 2025 ഒക്ടോബറിൽ നടൻ ശങ്കറിനോടൊപ്പം മോഹൻലാലിനെ നേരിട്ട് കണ്ടപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ട വിവരം പരാതിക്കാരൻ അറിയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഇൻസോമാനിയ എന്ന പരിപാടിയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെ ആദിയുടെ അവകാശവാദങ്ങൾ വ്യാജമാണ് എന്ന് ബോധ്യപ്പെടുകയായിരുന്നു. പണം തിരികെ ചോദിച്ചപ്പോൾ ആദിയുടെ പെരുമാറ്റം മാറുകയും പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥരിലും തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നും പരാതി നൽകിയാൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ ആദ്യ വലിയ ഭീഷണിയൊക്കെ ഇദ്ദേഹത്തിനെതിരെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മാനസിക സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ്
താൻ നിയമ നടപടിക്ക് മുതിർന്നത് എന്ന് ബെന്നി വാഴപ്പള്ളി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കൽ ട്രിക്കുകളും മാജിക്കുകളും ഉപയോഗിച്ച് ആളുകളുടെ ചിന്തകളെ സ്വാധീനിക്കുകയും എന്റർടൈൻമെന്റ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന മെന്റലിസം എന്ന കലയിലൂടെ കേരളത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് ആദർശ് കൊല്ലാടത്ത് എന്ന മെന്റലിസ്റ്റ് ആദി. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നിരവധി മെന്റലിസം ഷോകൾ ഇതിനോടകം തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റികളോടൊപ്പമുള്ള പ്രകടനങ്ങളും വിസ്മയിപ്പിക്കുന്ന വീഡിയോകളും ഒക്കെ വഴി സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ ഇദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം നിരന്തരം ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ള ഇദ്ദേഹം പലപ്പോഴും ചലച്ചിത്ര മേഖലയിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെടാറുമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പ്രൊഡ്യൂസർ എന്നുള്ള പേരിലേക്ക് എത്തപ്പെട്ട ബെന്നി വാഴപ്പള്ളിയുടെയാണ്. ആ പ്രൊഡ്യൂസർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം പറയുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നത്, കഴിഞ്ഞ 27 വർഷമായി ഇന്തോനേഷ്യയിൽ ബിസിനസ് ആവശ്യമായി സ്ഥിരതാമസമാക്കിയ താൻ 2024 കാലയളവിലാണ് ആദർശ് കൊല്ലാടത്ത് അല്ലെങ്കിൽ മെന്റലിസ്റ്റ് ആദി എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ആളെ ഇന്തോനേഷ്യ കേരള സമാജത്തിന്റെ വാർഷിക ആഘോഷത്തിൽ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അസാമാന്യ വാക്ചാരുതയോടെ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, സംസാരത്തിനിടയിൽ പലവട്ടം ചലച്ചിത്ര താരം ശ്രീ മോഹൻലാലുമായിട്ടും സിനിമാ മേഖലയിൽ മറ്റ് പ്രമുഖരുമായിട്ടും തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അതിന്റെ തെളിവായി ശ്രീ മോഹൻലാലിനോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഇടപെടുന്ന വീഡിയോകളും ഫോട്ടോകളും കൂടാതെ സിനിമാ മേഖലയിലെ മറ്റു പല പ്രമുഖരുമൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അദ്ദേഹം തനിക്ക് കാണിക്കുകയും ചെയ്തു എന്നും ബെന്നി പറയുന്നുണ്ട്. ശ്രീ മോഹൻലാലുമായി വെറും ഒരു പരിചയം മാത്രമല്ല എന്നും വ്യക്തിപരവും സാമ്പത്തികവുമായിട്ടുള്ള ബന്ധമാണ് എന്നും സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തനിക്ക് സ്വാധീനമുണ്ട് എന്നും ഒക്കെ അദ്ദേഹം ആവർത്തിച്ച് ഇദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീ മോഹൻലാലുമായി വെറും ഒരു പരിചയം മാത്രമല്ല എന്നും വ്യക്തിപരവും സാമ്പത്തികവുമായിട്ടുള്ള ബന്ധമാണ് എന്നും സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്ക് സ്വാധീനമുണ്ട് എന്നും ഒക്കെ അദ്ദേഹം ആവർത്തിച്ച് ബെന്നിയെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും ആത്മവിശ്വാസത്തോടെ പേരുകൾ പറയുന്ന രീതിയും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകളും എല്ലാം കൂടി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുമെന്ന വിശ്വാസം തനിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം ഇൻസോമാനിയ എന്ന പേരിൽ കേരളത്തിലുടനീളം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പരിപാടിയെക്കുറിച്ച് തന്നോട് വിശദമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു. ഇത് ഒരു സാധാരണ ഷോ അല്ല എന്നും വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് എന്നും സിനിമാ മേഖലയിലെ വലിയ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനോടൊപ്പം ചേരുമെന്നും പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശ്രീ മോഹൻലാലിന്റെ പേര് അദ്ദേഹം പലവട്ടം എടുത്തു പറഞ്ഞുവെന്നും ഇതുവഴി ഈ പ്രോജക്റ്റിന് വലിയ വിശ്വാസ്യതയും ശക്തമായിട്ടുള്ള പിന്തുണയും ഉണ്ട് എന്ന തോന്നൽ തനിക്കുണ്ടായി എന്നാണ് ബെന്നി പറയുന്നത്. ഇതുപോലുള്ള സംസാരത്തിന്റെ തുടർച്ചയായിട്ട് ഇദ്ദേഹം പലപ്പോഴും പരിപാടിയുടെ ഒരുക്കങ്ങൾ, ഹാളുകൾ, ടെക്നിക്കൽ ടീമുകൾ, പ്രൊമോഷൻ, യാത്ര, താമസം തുടങ്ങിയ ഇവയുടെ കാര്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് വലിയൊരു തുക പണം ആവശ്യമാണ് എന്നും അത് താൽക്കാലികമായി വായ്പയായി നൽകിയാൽ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും പറയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, കൂടാതെ പരിപാടി വലിയ വിജയമാകുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് 1/3 വീതം നൽകാമെന്നും കൂടെ 2026 മുഴുവൻ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും തനിക്ക് നൽകാമെന്ന് കൂടി വാക്ക് പറയുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എൻ്റെ ബ്രാൻഡ് നെയിം പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിച്ചാൽ ആ പരിപാടിക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുമെന്നും തൻ്റെ ബ്രാൻഡിന് വലിയ റീച്ച് ലഭിക്കുമെന്നും മീഡിയ കവറേജും പബ്ലിസിറ്റിയും കൂടുമെന്നും ഭാവിയിൽ തൻ്റെ ബ്രാൻഡിന് വലിയ ഗുണമുണ്ടാകുമെന്നും ഇങ്ങനെയൊക്കെ വലിയ വാഗ്ദാനങ്ങളാണ് ഇയാൾ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം താൻ ഇതിൽ അത്ര വലിയ താല്പര്യം കാണിച്ചില്ല, കാരണം തൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് തനിക്ക് തോന്നി. അതിനാൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചില്ല. പക്ഷേ ഇന്തോനേഷ്യയിൽ മലയാള സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ തനിക്ക് പ്ലാൻ ഉള്ള നിലയ്ക്ക് ഇത് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ തുടർച്ചയായിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് സമ്മതിച്ചത് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് പറഞ്ഞ് തൻ്റെ വിശ്വാസവും സൗഹൃദവും ഉപയോഗിച്ചാണ് അദ്ദേഹം തന്നെ സമ്മതിപ്പിച്ചത് എന്ന് കൂടി ബെന്നി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കുമെന്ന വിശ്വാസത്തിലും ഒപ്പം തന്നെ വലിയ ആളുകളുടെ പേരുകൾ പറഞ്ഞുണ്ടാക്കിയ ആത്മവിശ്വാസത്തിലും ഒടുവിൽ താൻ തൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാൻ സമ്മതിക്കുകയായിരുന്നു. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: 3/7/2025 23 ലക്ഷം രൂപയും 15/7/2025 12 ലക്ഷം, ഇങ്ങനെയാണ് ആകെ 35 ലക്ഷം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് താൻ ട്രാൻസ്ഫർ ചെയ്തതെന്ന് ബെന്നി പറയുന്നുണ്ട്. ഈ പണം നൽകുമ്പോൾ ഇതൊരു ചതിയാണെന്നോ പണം തിരികെ കിട്ടില്ലെന്നോ യാതൊരു സംശയം പോലും തനിക്കുണ്ടായിരുന്നില്ല എന്നും, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളും പ്രോജക്റ്റിന്റെ വിശ്വാസ്യതയും തന്റെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതുമെല്ലാം താൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. പിന്നീട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലായിട്ട് പ്രസ്തുത പരിപാടികൾ നടന്നു. എന്നാൽ പരിപാടികൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ 1 രൂപ പോലും തനിക്ക് തിരികെ ലഭിച്ചില്ല.
ആദ്യത്തിൽ ഞാൻ വളരെ സാവധാനമായി പണം തിരികെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അല്പം ടൈറ്റാണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തീർക്കാം എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. പക്ഷേ പലപ്പോഴും ഇത് ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ വിഷയം മാറ്റി സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായിരുന്നു. താൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നും പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ചോദിച്ചപ്പോഴും വ്യക്തമായ വിവരങ്ങളൊന്നും തന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് തനിക്ക് സംശയം തോന്നി തുടങ്ങിയത് എന്നും ഈ സംശയം ഉറപ്പിക്കുന്നതായിട്ട് 2025 ഒക്ടോബർ മാസം 29-ന് താൻ കൂടി നിർമ്മാണ പങ്കാളിയായിട്ടുള്ള സിനിമയുടെ പ്രചരണാർത്ഥം താനും ആക്ടർ ശങ്കറും കൂടി ശ്രീ മോഹൻലാലിനെ നേരിട്ട് കണ്ടപ്പോൾ ഈ വിഷയവും അവിടെ സംസാരിക്കുക ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഇൻസോമാനിയ എന്ന പരിപാടിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമോ പ്രൊഫഷണലായോ ബന്ധമില്ല എന്നും തന്റെ പേര് ഉപയോഗിക്കുവാൻ താൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ താൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി എന്നും അപ്പോഴാണ് പ്രമുഖ വ്യക്തിയുടെ പേര് വ്യാജമായി ഉപയോഗിച്ച് തന്നെ വിശ്വസിപ്പിച്ചാണ് പണം കൈപ്പറ്റിയത് എന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലായി എന്നാണ് അദ്ദേഹം അപ്പോൾ പറയുന്നത്. അതിനുശേഷം പലപ്പോഴും താൻ വീണ്ടും ആദിയോട് ഈ പണം ആവശ്യപ്പെടുകയും തിരികെ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പൂർണ്ണമായിട്ടും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം എന്നോട് വളരെ കടുപ്പത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി. അതായത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് എത്തപ്പെട്ടു. കേരള പോലീസിലും മറ്റ് അന്വേഷണ ഏജൻസികളിലും തനിക്ക് വളരെ വലിയ സ്വാധീനമുണ്ട് എന്നും അവരുടെയൊക്കെ പല ഇൻവെസ്റ്റിഗേഷൻസിലും ഞാൻ അവരെ സഹായിക്കുന്ന ആളാണ് എന്നും പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് ബെന്നി പറയുന്നത്. കൂടാതെ തന്നെയും തന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയായിട്ട് അപകീർത്തിപ്പെടുത്തുമെന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഈ ഭീഷണികൾ മൂലം ഒരു സാധാരണ പൗരനായ തനിക്ക് തന്റെ കുടുംബത്തിന്റെ സുരക്ഷയും തന്റെ പേര് മാനം നഷ്ടപ്പെടുമോ എന്നതൊക്കെയും കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായി എന്നും ഈ വിഷയത്തെ തുടർന്ന് താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത് എന്നുമാണ് ബെന്നി പറയുന്നത്. ഇപ്പോൾ താൻ പിന്നോട്ട് നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പണം തിരികെ നൽകുവാനുള്ള യാതൊരു ഉദ്ദേശവുമില്ലാതെ വ്യാജ അവകാശവാദങ്ങളും തെറ്റായ വാഗ്ദാനങ്ങളും നൽകി തന്റെ വിശ്വാസവും തന്റെ ബ്രാൻഡ് നെയിമും ദുരുപയോഗം ചെയ്ത് 35 ലക്ഷം രൂപ തുക കൈപ്പറ്റിയതാണ് എന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു എന്നും അതിനെ തുടർന്നാണ് താൻ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞാണ് ബെന്നി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളെ ഏതെങ്കിലും തരത്തിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മെന്റലിസ്റ്റ് ആദ്യയുടെ ഭാഗത്ത് നിന്ന് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ ആ തട്ടിപ്പുകൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ മലയാളി ഒരു തട്ടിപ്പ് കഴിയുമ്പോൾ അടുത്തൊരു തട്ടിപ്പിലേക്ക് പെട്ടെന്ന് വീഴുന്ന സ്വഭാവമുള്ള ഒരാളാണ്. വളരെ ബുദ്ധിയുള്ളവർ എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പ്രവാസിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ അത് തിരികെ വാങ്ങിക്കൊടുക്കേണ്ടതാണ്. നിയമത്തിന്റെ വഴിക്ക് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഇല്ലാതെ ആവുകയുള്ളൂ. ഏതൊരു മാർഗത്തിലാണോ അല്ലെങ്കിൽ പ്രമുഖരെന്ന് പറയപ്പെടുന്നവരുടെ വ്യാജ മേൽവിലാസിലോ അല്ലെങ്കിൽ അവർ പോലും അറിയാതെയോ ഒക്കെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്ന സംഘം ആരുടേതാണെങ്കിലും, അതിപ്പോൾ ആദിയുടേത് മാത്രമല്ല ആരുടെ ആണെങ്കിലും അതിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്.